വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാൻ നോമ്പ് 22-ലാണ് നമ്മളുള്ളത്. പകുതിയും കഴിഞ്ഞു, 2/10 കഴിഞ്ഞു. ഇനി അവസാനത്തെ എണ്ണപ്പെട്ട ചില ദിനരാത്രങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന 1000 മാസത്തിനേക്കാൾ പുണ്യം കിട്ടുന്ന, ഒരു ചെറിയ ദിക്റിന് പോലും 1000 മാസം ദിക്ർ ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അതിപ്രധാന നിർണായക രാത്രിയായ ലൈലത്തുൽ ഖദ്ർ ഇന്ന് രാത്രിയൊക്കെ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയാണ്. 23, 25, 27, 29 ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ സമയങ്ങൾ പുരുഷന്മാർ പള്ളിയിലും സ്ത്രീകളൊക്കെ ഇബാദത്തിലുമൊക്കെയായി കൂട്ടേണ്ട വളരെ പ്രധാനപ്പെട്ട സമയങ്ങൾ. പലപ്പോഴും പിശാചിൻ്റെ വലയത്തിൽ നമ്മൾ പെട്ടുപോവുകയും ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് വളരെ പരിശുദ്ധമായ പള്ളിയൊക്കെ ആളുകൾ കുറഞ്ഞ് അങ്ങാടികളും കമ്പോളങ്ങളും മാത്രം സജീവമാകുന്നൊരു സ്ഥിതിവിശേഷമാണ്, ദയനീയമായ സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നതുമായി ബന്ധപ്പെട്ടൊരു ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, അഹബ്ബുൽ ബിലാദി, നാടുകളിൽ വെച്ച് അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്, അതായത് സ്ഥലങ്ങളിൽ വെച്ച് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മസാജിദുഹ, ഓരോ നാട്ടിലെയും പള്ളികളാണ്. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും വെറുപ്പുള്ള ദേഷ്യമുള്ള സ്ഥലം അസ്വാഖുഹ, അങ്ങാടികളാണ്, കമ്പോളങ്ങളാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സ്ഥലങ്ങളെ കൂട്ടത്തിൽ അള്ളാഹ്ക്ക് ഏറ്റവും പിരിശം ഇഷ്ടവും പള്ളികളാണ്. സ്ഥലങ്ങളെ കൂട്ടത്തിൽ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പും അറപ്പും ദേഷ്യവും അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്തതും അങ്ങാടികളുമാണ്. ഈ അങ്ങാടികളിലാണ് അവസാനത്തെ 10 നമ്മളെ സഹോദരിമാരും പുരുഷന്മാരൊക്കെ പെരുന്നാൾക്ക് നല്ല വസ്ത്രം എടുക്കണം, പുതിയ വസ്ത്രം എടുക്കണം, സുന്നത്താണ്, ശരിയാണെങ്കിൽ പോലും ആ പേരും പറഞ്ഞിട്ട് ഇബ്ലീസ് നമ്മളെ വല്ലാതെ പള്ളിയിൽ നകറ്റും. ഇബ്ലീസിനെ പറ്റി പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഏറ്റവും വലിയ കുതന്ത്രശാലിയാണ്, വലിയ ഹീരത്തുള്ളാണ്. പരസ്യമായ ഒരു വലിയ തെറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ആരും പോവില്ല, ഈമാൻ ആൾക്കാർ പെട്ടുപോകില്ല. അപ്പം നല്ല കാര്യം പറഞ്ഞ് തെറ്റിലേക്ക് കൊണ്ടുപോകും. ചുമ്മാ അങ്ങാടിക്കല്ലേ, കള്ളുടിക്കാനുണ്ടല്ലോ, ഉപചരിക്കാനുണ്ടല്ലോ, കള്ള് ഷാപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പോവും. പിന്നെ നമ്മളെ കണ്ണ് ഹറാമിലേക്ക് നോട്ടുണ്ടാവും, വേറെ ഹറാമായ പല കാര്യങ്ങളും കടന്നു വരും. അപ്പം അവസാനത്തെ 10 കൂടുതൽ ജാഗ്രത ഉണ്ടാകേണ്ടതിന് പകരം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണത്. ഹബീബായ മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, ഇപ്പം നമ്മളൊരു ഹജ്ജ് ചെയ്യണമെങ്കിൽ എത്ര പ്രയാസമാണ്. 4-5 ലക്ഷം കൊടുക്കണം, ഗവൺമെൻറ്റിലാണെങ്കിലും വേണം 3 ലക്ഷം, പ്രൈവറ്റിലാണെങ്കിൽ ചിലപ്പോൾ 7 ലക്ഷം 8 ലക്ഷം വരെ വാങ്ങും. വളരെ പ്രയാസമാണ് ഒരു ഹജ്ജ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ പേപ്പർ ശരിയാവണം. മാത്രമല്ല ഇപ്പോഴൊക്കെ വളരെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഒരുപാട്. പിന്നെ എക്സ്റേ എടുക്കണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, വേറെ അസുഖങ്ങളില്ല, പ്രശ്നങ്ങളില്ല. ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഡോക്ടർമാരെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയൊക്കെ റെഡിയാണെങ്കിൽ മാത്രമേ ഹജ്ജിൻ്റെ സാങ്ഷനാവും. എന്നാൽ നബി തങ്ങൾ പറയാണ്, വല്ല ആരെങ്കിലും ഒരുത്തൻ അവസാനത്തെ 10 ഇത്തിക്കാഫിരുന്നാൽ, അവസാനത്തെ 10 ആരെങ്കിലും ഇത്തിക്കാഫിരുന്നാൽ, ഇത് വൈഫാണെങ്കിലും ബൈഹഖി ഇമാം ഷുഅബുൽ ഈമാൻ ഉദ്ധരിക്കുന്ന ഹദീസാണ്. മൻ, ആരെങ്കിലും ഇത്തിക്കാഫ് അശ്റം ഫി റമളാൻ, റമളാൻ അവസാനത്തെ 10 ഇത്തിക്കാഫിരുന്നാൽ കാനക ഹജ്ജത്തൈനി വ ഉംറത്തൈൻ, 2 ഹജ്ജിന് 2 ഉംറയും കൂടിയിട്ടു. ഒരു ഹജ്ജിന് എത്രമാത്രം പ്രയാസവും ബുദ്ധിമുട്ടും ഇടങ്ങേറുമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, യുദ്ധ സാഹചര്യത്തിൽ പിന്നെയും ബേജാറാണ്. അപ്പോൾ 2 ഹജ്ജും 2 ഉംറയും നമ്മളെ കൊണ്ട് കൂട്ടിയാൻ കൂടൂല, വലിയ പ്രയാസമാണ്. അവസാനത്തെ 10 ഇത്തിക്കാഫിരുന്നാൽ 2 ഹജ്ജിൻ്റെയും 2 ഉംറയുടെയും കൂലി കിട്ടും. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. പള്ളികളെ കൂട്ടത്തിൽ, നാടുകളെ കൂട്ടത്തിൽ, സ്ഥലങ്ങളെ കൂട്ടത്തിൽ റബ്ബിന് ഏറ്റവും ഇഷ്ടം പള്ളികളുമാണ്. പക്ഷേ ടെക്സ്റ്റൈൽസിലും തുണിക്കടകളിലുമായിരിക്കും മിക്കവാറും നമ്മുടെ സഹോദരിമാരൊക്കെ. കുറ്റപ്പെടുത്തല്ല, അവർക്ക് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ അലമാര മുഴുവൻ ഡ്രസ്സായിരിക്കും. ഒരു ഡ്രസ്സ് പോലും വെക്കാൻ സ്ഥലം അലമാരയിലോ ഷോക്കേസിലോ ഓടി ഉണ്ടാവില്ല, ഫുള്ള് ഡ്രസ്സായിരിക്കും. എന്നാൽ അവർക്കുള്ള ഏറ്റവും വലിയ പരാതി എന്താ? ഒരു കല്യാണമോ സൽക്കാരമൊക്കെ ഉണ്ടാകുമ്പം ഇടാൻ പറ്റുമോ വസ്ത്രമില്ല. ഭാര്യൻ്റെ പരാതി ഉണ്ടാവും, പെൺകുട്ടികളുടെ പരാതി ഉണ്ടാവും, പെങ്ങന്മാരുടെ പരാതി ഉണ്ട്, എല്ലാവരും പരാതിക്കാരും. പുരുഷന്മാർക്ക് മുമ്പിൽ, ഭർത്താക്കന്മാരുടെ മുമ്പിൽ പറയുന്ന പരാതിയാണ്. ഒരു കല്യാണ വിഷയമൊക്കെ ഉണ്ടാകുമ്പോൾ ഇടാൻ പറ്റിയ ഡ്രസ്സില്ല, ഒക്കെ പഴയതായിട്ടുണ്ട് എന്ന് പറയും ചെയ്യും. അലമാരയിലൊക്കെ ഒരു ചെറിയ ഗ്യാപ്പ് പോലും ഇല്ലാത്ത വിധം വസ്ത്രങ്ങൾ ഫുള്ള് ഫില്ലായിരിക്കും ചെയ്യും. അതോടൊപ്പം പരാതി ഉണ്ടാവും, ഇടാൻ പറ്റിയ വസ്ത്രമല്ല. അങ്ങാടിക്കാണ്ട് കൊണ്ടുപോയി വലിയ ടെക്സ്റ്റൈൽസിലേക്കാണ്ട് കയറി കഴിഞ്ഞാൽ പാവം അവരെ കൂടെ പോകുന്ന ആണുങ്ങൾക്ക് ടെക്സ്റ്റൈൽസിൽ ആൾക്കാരന് അവിടെ എന്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, സോഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. എന്തിനാണ് ടെക്സ്റ്റൈൽസിൽ സോഫിൻ്റെ ആവശ്യം? അവിടെ സോഫയും സീറ്റൊക്കെ ഉണ്ടാവും, അത് ആണുങ്ങൾക്ക് ഇരിക്കാനാണ്. അതിനിടയ്ക്ക് ചിലപ്പം പകലാണെങ്കിൽ നോമ്പല്ലാത്തപ്പോൾ ജ്യൂസോ ലൈമോ
കട്ടൻ ചായ ഹോർലിക്സ് കൊണ്ടു കൊടുക്കും. കാരണം കാത്തുനിന്ന് അവർക്ക് ക്ഷീണിച്ചിട്ടുണ്ടാവും, അവർ സാമ്പത്തികമായിട്ട് അവർക്ക് തന്നെയാണ് ഇടങ്ങേറുണ്ടാവുക. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കും. പെണ്ണുങ്ങളുണ്ട് ഫുള്ളായിട്ട് ടെക്സസിനുള്ളിലേക്ക് പോയി തെരഞ്ഞ് മണിക്കൂറുകളോളം തെരഞ്ഞ് ഒന്നിനും കൊള്ളാത്ത എടുത്തുകൊണ്ട് പൂരും ചെയ്യും. പെണ്ണുങ്ങളെടുത്ത് തരണ വരെ മണിക്കൂറുകളോളം കാത്തിരിക്കാൻ വേണ്ടി സാധുവിന് ഇവിടെ സോഫയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാവും. ഓനാണ് വേർക്കുന്നത്. 25,000 ബില്ല്, 30,000 ബില്ല്, കല്യാണത്തിനാണെങ്കിൽ 3 ലക്ഷം 4 ലക്ഷത്തിൻ്റെ ബില്ല്. അപ്പോൾ ആണ് തണുപ്പിക്കാൻ വേണ്ടി സോഫയിലിട്ട് വെള്ളം ഇങ്ങനെ കൊടുക്കും ചെയ്യാം. ഇങ്ങനെയുള്ള സമയം ഇത് റമളാനിലാകുമ്പോൾ അവസാനത്തെ പത്തിൽ എത്ര മണിക്കൂറുകളാണ്. പ്രത്യേകിച്ച് 27 രാവ് 29 രാവിനൊക്കെ മണിക്കൂറുകളോളം തെരഞ്ഞ് അത് ഇബ്ലീസിൻ്റെ വലയത്തിലാണെന്ന് മനസ്സിലാക്കണ്ടേ. പരിശുദ്ധമായ ഖുർആനുള്ള സൂറത്ത് നിസാ, പെണ്ണുങ്ങൾ എന്ന അർത്ഥം തന്നെ കേട്ടോ. പുരുഷന്മാർ എന്ന് പറഞ്ഞൊരു സൂറത്ത് ഖുർആനില്ലല്ലോ. എന്നാൽ സ്ത്രീകൾ എന്ന് പറഞ്ഞൊരു ഒരു സൂറത്ത് തന്നെ ഖുർആനുണ്ട്, സൂറത്തു നിസാ. അതിൽ അല്ലാഹു തആല പറയാണ് 5-ാമത്തെ സൂറത്ത് ആയത്ത്, വലാ തൂതു സുഫഹാഅ അംവാലകുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമാ. അല്ലാഹു തആല നിങ്ങൾക്ക് നിലനിൽപ്പിനായി തന്നിരിക്കുന്ന പൈസയും പണം ഓരോ നിയന്ത്രണമില്ലാതെ ഈ അന്തല്ലാത്ത പെണ്ണുങ്ങളെ കയ്യിൽ നിങ്ങൾ കൊടുത്ത് ഒഴിവാക്കരുത്, കൊടുത്തു വിടരുത്. സ്ത്രീക്ക് പൈസ കൊടുക്കരുത് എന്നല്ല ഈ പറയണത്. അത് എങ്ങനെ ചിലവഴിക്കണം, എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്, പൈസ കുറെ ഉണ്ടാവുക എന്നുള്ളതല്ല, അതെങ്ങനെ സേവ് ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധി. പൈസ കുറെ ഉണ്ടാക്കുക എന്നുള്ളതല്ല, അത് സേവ് ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവ്. ഇന്ന് 1000-2000 സമ്പാദിച്ചാലും 4 ദിവസം കൊണ്ട് ഫുള്ള് പൊടിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയ്ക്ക് പിന്നെ ആൾക്കാരുടെ ഇരക്ക് കൈയിട്ടുന്ന അവസ്ഥയൊക്കെയാണ് പലപ്പോഴും പല ചെറുപ്പക്കാരുടെയും പോക്ക്. സ്ത്രീകളും അങ്ങനെ തന്നെ. അപ്പോൾ ഒരു ആപത്തുള്ള കാലത്ത് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ചെലവഴിക്കുന്ന സമയത്ത് ചെലവഴിക്കേണ്ട അടുത്തൊരു കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും താളം തെറ്റുന്നത്, സാമ്പത്തികമായി താളം തെറ്റുന്നത്. പിന്നെ ലോണായി കടായി ഒരു എല്ലാ സമാധാനം നഷ്ടപ്പെടുകയാണ്. ഖുർആൻ പറയാണ് വലാ തൂതു സുഫഹാ, സഫീഹ് പറഞ്ഞ അന്തല്ലാത്തൊരുന്ന, അതായത് താരതമ്യേന പുരുഷന്റെ അത്രത്തോളം തന്നെ കൈകാര്യ സുതാര്യതയും കാര്യക്ഷമതയും കാര്യബോധവും ഇല്ലാത്ത പെണ്ണുങ്ങളും കുട്ടികളും അതിൻ്റെ തഫ്സീറിൽ കാണാം. പെണ്ണുങ്ങളും കുട്ടികളും കൂടെ ഒരു കൈകൾ കൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. അംബാലക്കും, നിങ്ങളെ സ്വത്തുങ്ങൾ വിട്ടുകൊടുക്കരുത്. അല്ലതീ ജഅലല്ലാഹു ലക്കും ഖിയാമാ, നിങ്ങളുടെ ജീവിതം നിലനിൽപ്പിന് അത്യാവശ്യമായ, നിങ്ങൾക്ക് അത്യാവശ്യമായ പണം ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ മനുഷ്യൻ നീങ്ങി പോണത്. പൈസ അല്ലെങ്കിൽ ഒരു പട്ടിൻ്റെ വില പോലും ആർക്കും ഉണ്ടാവില്ല. ഏത് വലിയ മനുഷ്യനാണെങ്കിലും പൈസ അല്ലേ ഒരാൾക്കും വേണ്ട. പൈസ ഉണ്ടാകുമ്പോൾ സുഹൃത്തുക്കളുണ്ടാവും, കൂട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ടാവും. പൈസ അല്ലെങ്കിൽ ആർക്കും വേണ്ടാണ്. അപ്പം നിങ്ങളെ നിലനിൽപ്പും നിങ്ങളെ എല്ലാം പൈസയാണ്. ആ പൈസ നിങ്ങൾ ഈ അന്തം കുറഞ്ഞ സുഫാർ അന്തം കുറഞ്ഞ തീരെ കൊടുക്കേണ്ടതല്ല, ഇത് തെറ്റിദ്ധരിക്കരുത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി കൊടുക്കരുത്. നിങ്ങൾ കൊടുത്ത് എങ്ങനെ ചിലവാക്കുന്നതിൽ പുറത്തുണ്ടാവില്ല. അതങ്ങനെയാണ്. ഈ ബഹുമാനപ്പെട്ട മുത്തനബി തങ്ങൾ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്നുണ്ട്, ആയിഷ നീ എൻ്റെ പുതിയ വസ്ത്രം ഇനി പഴയത് മാറ്റിയിട്ട് പുതിയത് എടുക്കരുത്. മറത്തൈൻ, 2 വട്ടം നീ കഷ്ണം വെച്ചിട്ട് പിന്നെ പുതിയ വാങ്ങിയാൽ മതി. അതൊന്നും ഇപ്പോൾ ഏതായാലും നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയൂല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല. ഒരു ഡ്രസ്സ് ഒരു കല്യാണത്തിന് എടുത്താൽ ഒരു 10 ആൾ കൂടുന്ന വേറെ ഫംഗ്ഷൻ നമ്മൾ പെണ്ണിക്കുന്ന പഴയ ഡ്രസ്സ് വേണ്ട, മോശമായി, അത് അന്ന് ഇട്ടതാണ് കേട്ടോ. എത്ര ഒരു ഡ്രസ്സിൻ്റെ ഒക്കെ വില. എന്നിട്ടത് പുതിയ വസ്ത്രം വാങ്ങിക്കണം, പുതിയ വസ്ത്രം വാങ്ങിക്കണം. അത് കഴിഞ്ഞ് വേറെ പരിപാടി നമ്മൾക്ക് 2 മാസം മുമ്പ് എടുത്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അത് കല്യാണത്തിന് ഇട്ടതാണ്, എല്ലാവരും കണ്ടാണ്. എല്ലാവരും കണ്ടോട്ടെ, എപ്പോഴും ഒന്നിനാകുമ്പോൾ അതിലാണ് മാന്യത എന്ന് മനസ്സിലാക്കാൻ കഴിയണില്ല. അങ്ങനെ മനുഷ്യനെ പ്രയാസപ്പെടുത്തി ഇടങ്ങാറായിക്കൊണ്ടിരിക്കുക. അതിനെ ഖുർആൻ പറഞ്ഞു, നരകത്തിൽ കിടക്കുന്ന സ്ത്രീയുടെ സ്വഭാവം തുകല്ലിഫു സൗജഹ മാ ലാ യുതിയക്, ഓന്റെ സാമ്പത്തിക ഭദ്രതയും ഓന്റെ ഇൻകമിങ്ങും ഓന്റെ ഔട്ട് ഗോയിങ്ങും ഇൻകമിങ്ങും നോക്കാതെ, ഓന്റെ സാമ്പത്തിക ഭദ്രത നോക്കാതെ, സാമ്പത്തികമായി ഓനെ പരിപാലിക്കൊന്നും നോക്കാതെ നിർബന്ധിച്ച് ഇടങ്ങേറാക്കി, തുകല്ലിഫ് സൗജഹ ഭർത്താവിനെ ഇടങ്ങാറാക്കുക, മാലാ യുത്തിക്ക് കയ്യാത്തത് അത് വാങ്ങണം ഇത് വാങ്ങണം പറഞ്ഞിട്ട് പാവല്ലേ കുട്ടികളെ ഇടങ്ങാറാക്കണ്ട, ഭാര്യനെ ഇടങ്ങാറാക്കണ്ട വെച്ചിട്ട് എന്ത് ചെയ്യും, ഹൈക്കോട്ടുകാരും കടും കണ്ടുമായി വാങ്ങിക്കൊടുക്കും. ഗൾഫിൽ ചെറിയ ശമ്പളത്തിനായിരിക്കും, അതിനിടയ്ക്ക് ഇക്കാമ പുതുക്കേണ്ടി വരും, അതിന് കഫാലത്ത് കൊടുക്കേണ്ടി വരും, അതിൻ്റെ ഇടയ്ക്ക് അവിടെ അസുഖം ഉണ്ടാവും, അവിടെ വളരെ ശമ്പളം കുറവായിരിക്കും. മക്കൾ വരുന്ന വിളിച്ചിട്ട് ഐഫോൺ കൊണ്ടുവരണം, അല്ലെങ്കിൽ മറ്റേ ഫോൺ കൊണ്ടുവരണം, ആൻഡ്രോയിഡ് ഫോൺ കൊണ്ടുവരണം, അത് കൊണ്ടുവരണം ഇത് കൊണ്ടുവരണം. ഇയാളെ കയ്യിൽ കൊടുക്കാണ്ടാവില്ല, തരൂരാന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഇടങ്ങാറാണ്, ഭാര്യയ്ക്ക് ഇടങ്ങാറാണ്. അപ്പോൾ ഹൈക്കോട്ടെ വെച്ച് കൊണ്ടുവരേണ്ടി പറയും. പിന്നെ 2 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുള്ളൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഇടങ്ങാറാണ്. വാപ്പച്ചി വരാത്തതിലല്ല, എനിക്ക് ഓഫർ ചെയ്ത ഈ ഫോൺ കിട്ടാത്തതിൻ്റെ വിഷയത്തിൽ. ഇങ്ങനെ എത്രയോ പാവപ്പെട്ട പ്രവാസികളായ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ആണുങ്ങൾ ഇതൊക്കെ ഇടങ്ങാറാക്കുക. തുകല്ലിഫു സൗജഹ മാ ലാ യുതിയക്, കഴിയണവരെ കുറിച്ചല്ലേ പറയണത്.
കഴിയാത്ത ആൾക്കാരെ ഭർത്താക്കന്മാരെ ഇടങ്ങേറാക്കുന്ന സ്ത്രീ എത്ര നിക്കാരക്കാരിയായാലും നോമ്പെടുത്താലും എത്ര ദിക്റില്ലേ കഴിഞ്ഞാലും ഏത് വലിയ യൂട്യൂബിലെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന പെണ്ണാണെങ്കിലും ഇവിടെ നരകാവകാശിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഖുർആൻ പറഞ്ഞ അങ്ങനെ തന്നെ നിസാ സൂറത്ത് 5-ാമത്തെ ആയത്തിൽ തുസ്ഫാ അംബാലക്കുല്ലത്തി ജഅലല്ലാഹുക്കും ഖിയാമ. എന്തിനാ പറഞ്ഞത്? മിതത്വം ഇവിടെയാണ് വലിയ വിഷയം ഉണ്ടാകുക. ലാ തുസ്രിഫു, മിതത്വം പാലിക്കുന്നിടത്തേക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കുക. ഇന്നത്തെ പോലെ ആകൂല നാളെ സാമ്പത്തികമായി വലിയ ശേഷിയുണ്ടായിരുന്ന ആളുകൾ ഒന്നുമല്ലാതെ കുത്തുപാടെടുക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് നമുക്ക് വിലപ്പെട്ട കനപ്പെട്ട സമയങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അവസാനത്തെ 10ക്ക് നമ്മൾ നോമ്പ് 22 ഇനിയുള്ള സമയം മുഴുവനും അങ്ങാടിയിലും കമ്പോളങ്ങളിലും ചെരുപ്പ് കടകളിലും അതും കച്ചവടക്കാർക്ക് വിഷമമുണ്ടാകുന്ന കാര്യമല്ല ഈ പറയണത്. അതൊക്കെ നല്ല തന്നെയാണ്, പുതിയ വസ്ത്രം എടുക്കൽ ഒക്കെ നല്ല തന്നെയാണ്, സുന്നത്ത് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഇങ്ങനെ കയറി ഞെരങ്ങ അങ്ങാടികളിലൊക്കെ ഇങ്ങനെ പോത്ത് നടക്കണ മാതിരി ആദരിച്ചിട്ട് കോഴിക്കളെ വിട്ട മാതിരി പെണ്ണുങ്ങളൊക്കെ കോഴിക്കോട്ട് അങ്ങാടി കൂടി ഇങ്ങനെ നടക്കുക പർച്ചേസിങ് ആണ്, സാധനം എടുക്കുകയാണ്, അതാണ് ഉദ്ദേശം. പക്ഷേ ഇബ്ലീസ് അപ്പോഴേക്ക് അവർ ചെയ്ത സകല സുഹൃതങ്ങളെയും നന്മകളെയും ബാത്തിലാക്കിച്ചിട്ടുണ്ടാവും, ഉറപ്പാണ്. ഈ കാണുന്ന ആണുങ്ങളൊക്കെ ഹറാമ് നോക്കിക്കഴിഞ്ഞാൽ ഇത് നോക്കാൻ സാഹചര്യം ഉണ്ടാക്കിയത് ഇവിടെ പുറത്തിറങ്ങിയതല്ലേ. ഇതൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ പറയണത് മോശമായി മാറും. ഹദീസാണ്, മുത്തനബികളെ വാക്കാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് പുതിയാപ്പളിന്റെ മുമ്പ് വരുമ്പോൾ അല്ലാത്തപ്പോൾ നല്ലൊരു സുഗന്ധം പൂശി നല്ല സെന്റ് അത്രയൊക്കെ പൂശി പുറത്തിറങ്ങിയാൽ അതിൻ്റെ സ്മെല്ല് ഭയങ്കര ചിലപ്പോൾ നല്ല അടിപൊളി സ്മെല്ലായിരിക്കും, ചിലപ്പോൾ റൊമാൻറ്റിക് സ്മെല്ല്, അല്ലെങ്കിൽ നല്ല കാണുമ്പോഴേക്ക് ഒരു ആകർഷണീയത. ആ സ്മെല്ല് ഒരുത്തൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറിയിട്ട് ആസ്വദിച്ച അൽഫ യസാനിയ, അവൾ വേശ്യപ്പെണ്ണാണ്, അവൾക്ക് വേശ്യാവൃത്തിയുടെ വ്യഭിചാരത്തിൻ്റെ കുറ്റം അവളുടെ അക്കൗണ്ടിലേക്ക് കയറ്റപ്പെടും. ധാരാവാക്കാൻ നബുവത്തിൻ്റെ വാക്ക്, വഹയിൻ്റെ വാക്ക്, സ്വാദിഖുൽ മസ്ദൂഖ് സയ്യിദുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഓളെ ഭർത്താവല്ലാത്ത മറ്റൊരാളെ മുമ്പിലേക്ക് അടിച്ചു മിന്നുന്ന നല്ല സ്പ്രേ അടിച്ചു പോയാൽ, സുഗന്ധം പൂശിയാൽ, അതൊരുത്തൻ്റെ ഉള്ളിലേക്ക് എൻ്റെ സ്മെല്ല് എടുക്കുമ്പോഴേക്ക് അവളൊരു ആകർഷണം തോന്നിയാൽ വ്യഭിചരിച്ച കുറ്റം ഓക്കുണ്ടാകും എന്ന് പറയുമ്പോൾ ഇനി എവിടേക്കാണ് നമ്മൾ ഇന്ന് ആലോചിച്ച് നോക്കിയാണ്. നിനക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുന്ന ആണുങ്ങളാണ്. റമദാൻ അല്ലാത്തപ്പോഴും പിന്നെയും റമദാനാകുന്ന പരിശുദ്ധമാക്കപ്പെട്ടത് മുഴുവനും തകർത്ത് തനിപ്പണമാക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും ഇല്ലാതെയാക്കുന്ന അവസ്ഥയ്ക്ക് ഈ ദിവസങ്ങളിലേക്കുള്ള സഹോദരിമാരെ നമ്മൾ അയച്ചു വിടുകയാണ്, നമ്മൾ ഇറക്കി വിടുകയാണ്. അറ്റ്ലീസ്റ്റ് ഈ തിരക്കൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് റമദാന് മുമ്പൊന്ന് പോയിട്ട് ഡ്രസ്സ് എടുത്താൽ മതി. അങ്ങനെ സൗകര്യമാണല്ലോ. അപ്പോഴേക്ക് ഈ ഫാഷനും മോഡലൊന്നും മാറൊന്നുമില്ല. ഈ വളരെ പ്രധാനപ്പെട്ട 10 ദിവസങ്ങൾ പകലും രാവും ഇപ്പോൾ പള്ളികൾ നോക്കിയാൽ എല്ലാ പള്ളിയിലും സഫ് കുറയും, ആൾക്കാരെ വരവ് കുറയും. റമദാൻ അവസാനത്തെ 10 പിന്നെ 27 നമ്മളെല്ലാവരും പള്ളിയിൽ കൂടും ചെയ്യും. അള്ളാഹു തആലാനെ പൊട്ടനാക്കാൻ പാടില്ല. നമ്മളെന്തെങ്കിലും ശരിക്കും ചിന്തിച്ചു നോക്കി, നമ്മൾ വീട്ടിൽ തന്നെ എന്തെങ്കിലും നമ്മൾ ഉണ്ടാകുമ്പോൾ കല്യാണ വിഷയം ഉഷാറാകുമ്പോൾ നല്ല ഫുഡ് ഉണ്ടാകുമ്പോൾ മാത്രം കയറി വരിക, അല്ലാത്തപ്പോൾ തിരിഞ്ഞ് നോക്കാത്ത ആൾക്കാരെന്ന് പറയാം ആൾ വളരെ സ്വാർത്ഥനാണ്, അത് വളരെ മോശമാണ്, അത് നക്കാനെ പിടിച്ചാലുണ്ടെങ്കിൽ അങ്ങോട്ട് വരും എന്ന് പറയും. അത് നമ്മൾ സ്വാഭാവികമായിട്ട് പറയണം. എന്തെങ്കിലും പരിപാടിക്ക് ഓനക്ക് വരണം, ഈ വൈക്കവും കാണൂല അറിയും. ഇതല്ലേ അള്ളാഹു തആല നമ്മൾ നോക്കുക. എത്രയോ നല്ല ദിവസങ്ങൾ നമ്മൾ വെറുതെ കളഞ്ഞിട്ട് തോനെ തരാറുമ്പോൾ കിട്ടാനായിട്ട് വരിക, അത് സ്നേഹക്കുറവാണ്. റബ്ബിനോടുള്ള കടമയുടെയും കടപ്പാടിൻ്റെയും ബോധം കുറവ് കൊണ്ടാണ്. അവ നമ്മളൊക്കെ ചിന്തിക്കുക, മനസ്സിലാക്കുക. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, സ്ഥലങ്ങളെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് മസാജിദ്, ആ പള്ളികളാണ്. മുഅ്മിനായ മനുഷ്യനൊക്കെ എങ്ങനെയാണ് പള്ളി? മീനിന് വെള്ളം പോലെയാണ്. മീനിനെ വണ്ണത്തിനൊരു പിടിച്ചങ്ങനെ പിടക്കും കേട്ടോ. പുഴയെന്നോ കൊളത്തുന്നോ അല്ലെങ്കിൽ ഇനി കടലിൽ നിന്നൊക്കെ മീൻ പിടിച്ചാൽ ഇങ്ങനെ പിടക്കും. ഒരു സെക്കൻഡ് പോലും വെള്ളമല്ലാതെ സഹിക്കാൻ പറ്റൂല, ശ്വാസം കിട്ടൂല. ഇങ്ങനെയാണ് മുഅ്മിൻ പള്ളിയിൽ നിന്ന് പോകുന്ന ഇടങ്ങേറിക്കാരം. എന്നാൽ മുനാഫിക്ക് എങ്ങനെയൊക്കെ ത്വാഇരി ഫിൽ ഖഫസി, കൂട്ടിലിട്ട പക്ഷിയെ പോലെയായിരിക്കും. വിശാലമായി വിഹായസിലൂടെ പറന്നു നടക്കേണ്ട, സ്വാതന്ത്ര്യത്തോടെ പറന്നു നടക്കേണ്ട പറവകളെ, കിളികളെ, തത്തയെ നമ്മൾ കൂട്ടിലിട്ട് ചെറിയൊരു സ്ക്വയർ ഫീറ്റ് കൂട്ടിൻ്റെ ഉള്ളിൽ ഇതിന് അടച്ചിട്ടാൽ എത്രമാത്രം ഇടങ്ങേറുണ്ടാവും. കൂട് തുറന്നാൽ പാറിപ്പോകും, വളരെ പെട്ടെന്ന് അകന്നു പോകും. കൂട്ടിലിട്ട പക്ഷിക്കുണ്ടാകുന്ന ഇടങ്ങേറ് ഇതുപോലെയാണ് മുനാഫിക്കിൻ്റെ പള്ളിയിൽ. സലാം വീട്ടി അപ്പം മണ്ടണം, അല്ലെങ്കിൽ കാര്യം കഴിഞ്ഞാൽ വേഗം പുറത്തു വരണം, തീരെ സഹിക്കൂല. ഇതാണ് മുനാഫിക്കിന്. അപ്പം നമ്മൾ മുനാഫിക്കാനാണോ മുസ്ലിം യഥാർത്ഥ മുഅ്മിനാണോ എന്ന് ആലോചിച്ച് നോക്കുക. ആ പള്ളിയുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കേണ്ട സമയമാണ്. ഈ ഭരണവും കേൾക്കണമൊക്കെ എളുപ്പമാണ്, പക്ഷേ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയണം. ഈ സന്ദേശങ്ങൾ വോയിസുകൾ സ്ത്രീകളൊക്കെ നമ്മൾ കേൾപ്പിക്കണം, ഇവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണം. ഡ്രസ്സൊക്കെ എടുക്കാൻ പോട്ടെ, സമയങ്ങൾ വെറുതെ കളയരുത്. പ്രത്യേകിച്ച് പരിശുദ്ധ റമളാന്റെ വളരെ വിലപ്പെട്ട അള്ളാഹ്ക്ക് വെറുപ്പുള്ള സ്ഥലമാണ്. ഹദീസിലുള്ളതല്ലേ, അബ്ഗദുൽ ബിലാദ്,
അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പാണ്. വെറുപ്പുള്ളിടത്തേക്ക് എന്തിനാ നമ്മൾ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി സമയം വെറുതെ കളയണത്? അള്ളാഹു തആല തിരിച്ചറിയാനുള്ള തൻ്റെ ഇടവും ഈമാനും നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.